മെച്ചപ്പെട്ട വില ലഭിക്കുമ്പോഴും ഇടുക്കിയിലെ ഏലം കർഷകർക്ക് നിരാശ. സീസൺ അവസാനിച്ചതും ഏലക്ക മുഴുവനായി വിറ്റഴിഞ്ഞതും ഉൽപാദനത്തിലുണ്ടായ കുറവുമാണ് കർഷകരെ ദുരിതത്തിലാക്കിയത്. ശരാശരി വില 3000 കടന്നിട്ടും പ്രയോജനം ലഭിക്കാതെ കർഷകർ ദുരിതത്തിലാണ്. ഉൽപാദനവും ലേലകേന്ദ്രങ്ങളിൽ പതിവും കുറഞ്ഞതോടെ 1.5 മാസത്തിന് ശേഷം വീണ്ടും ഏലം വില 3000 കടന്നു. കഴിഞ്ഞ ദിവസം നടന്ന ലേലത്തിൽ 3196 രൂപ വരെ ഏലത്തിന് ശരാശരി വില ലഭിച്ചു. 1.5 മാസം മുമ്പ് 2 ലേലത്തിനായി 1 ലക്ഷത്തിലധികം കിലോഗ്രാം പതിവുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ചയിലെ അവസാന ലേലത്തിൽ 2 ലേലകേന്ദ്രങ്ങളിലായി ആകെ 87,048 കിലോഗ്രാം ഏലക്കയാണ് പതിഞ്ഞത്. സീസൺ കഴിഞ്ഞതോടെ ഉൽപാദനത്തിലുണ്ടായ കുറവ് ലേലത്തിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഏലം വിലയിലെ ചാഞ്ചാട്ടം വൻകിട വ്യാപാരികളുടെ ഇടപെടൽ മൂലമാണെന്ന് കർഷകർ പറയുന്നു. ഉൽപാദനം കൂടുതലുണ്ടായിരുന്നപ്പോൾ വിലയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ച് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയും സീസൺ അവസാനിച്ചപ്പോൾ സ്റ്റോക്കിസ്റ്റുകൾക്ക് ലാഭമുണ്ടാക്കാനായി വിപണിയിൽ ഇടപെടുകയും ചെയ്തുവെന്നാണ് കർഷകർ പറയുന്നത്. സീസൺ ആരംഭിച്ച ജൂണിൽ 2130 രൂപയായിരുന്നു ശരാശരി വില. ജൂലൈയിൽ 2245 രൂപയും ഓഗസ്റ്റിൽ 2300 രൂപ വരെയും ലഭിച്ചു. സെപ്റ്റംബറിൽ 2400 രൂപയും ഒക്ടോബറിൽ 2300 രൂപയുമായിരുന്ന ഏലം വില നവംബറിലാണ് 3000 തൊട്ടത്. അതിനുശേഷം 1.5 മാസത്തോളം വില ഏറിയും കുറഞ്ഞും ചാഞ്ചാടിക്കൊണ്ടിരുന്നു. സീസൺ അവസാനിക്കാറായതോടെയാണ് ഇപ്പോൾ വില വീണ്ടും 3000 കടന്നത്. എന്നാൽ ഭൂരിഭാഗം ചെറുകിട കർഷകരും ഏലയ്ക്ക വിറ്റൊഴിച്ചതിനാൽ വൻകിട കർഷകർക്കും വ്യാപാരികൾക്കും മാത്രമാണ് ഇപ്പോഴത്തെ വിലവർദ്ധനവിന്റെ പ്രയോജനം ലഭിക്കുക. 2019 ഓഗസ്റ്റിലാണ് ആദ്യമായി ഏലത്തിന്റെ ശരാശരി വില 4000 കടന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.